അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേർപാടിന്റെയും പ്രതീക്ഷയുടെയും ഇതിഹാസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിലേക്ക് ഒരു ചരിത്രയാത്ര. ദുരിതങ്ങൾക്കിടയിലും ആമിനയുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ വെളിച്ചമുണ്ടായിരുന്നു. അബ്ദുല്ലയുടെ മരണശേഷം ഒരു ദിവസം ആമിന ഒരു സ്വപ്നം കണ്ടു. ഒരു പ്രകാശവലയം തന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആ പ്രകാശം കിഴക്കും പടിഞ്ഞാറും കടന്നുപോയി. ഈ സ്വപ്നം അവൾക്ക് പ്രതീക്ഷയും ധൈര്യവും നൽകി. ഈ കുഞ്ഞ് ഒരു സാധാരണക്കാരനല്ലെന്ന് അവൾ മനസ്സിലാക്കി. പിന്നീട് അബ്ദുൽ മുത്തലിബും ഒരു സ്വപ്നം കണ്ടു. അതുപോലെ ഒരു പ്രകാശവലയം തന്റെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായും ആ പ്രകാശം ലോകം മുഴുവൻ വ്യാപിക്കുന്നതായും അദ്ദേഹം കണ്ടു. ഈ സ്വപ്നങ്ങൾക്ക് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ഏകദേശം 50 ദിവസങ്ങൾക്ക് മുൻപാണ് യമൻ രാജാവായ അബ്രഹയുടെ ആനപ്പട കഅബ തകർക്കാൻ മക്കയിലേക്ക് വന്നത്. ഈ അത്ഭുതകരമായ സംഭവം പിന്നീട് ആനപ്പടയുടെ വർഷം എന്നറിയപ്പെട്ടു. അബ്രഹയുടെ കൂറ്റനാനകൾ കഅബക്ക് നേരെ നീങ്ങാൻ കൂട്ടാക്കാതെ വഴിയിൽ തടഞ്ഞുനിന്നു. അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ആകാശത്തുനിന്ന് അബാബീൽ പക്ഷികൾ വന്ന് തീക്കല്ലുകൾ വർഷിച്ച് ആനപ്പടയെ നശിപ്പിച്ചു. ആമിനയുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്ന ആ ജീവൻ അബ്ദുല്ലയുടെ ഓർമ്മയായി ലോകത്തിനു മുഴുവൻ വെളിച്ചം നൽകാൻ പോകുന്ന നക്ഷത്രമായി. അല്ലാഹുവിന്റെ കാരുണ്യം പോലെ ആ കുഞ്ഞു പിറക്കാനായി ആമിന ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു. അങ്ങനെ ആ ചരിത്രനിമിഷം സമാഗതമായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ ഭൂമിയിൽ അദ്ഭുതകരമായ ചില സംഭവങ്ങൾ നടന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കൊട്ടാരങ്ങൾ കുലുങ്ങി, അതിലെ 14 ഗോപുരങ്ങൾ തകർന്നു വീണു. പേർഷ്യയിലെ 1000 വർഷത്തോളം അണയാതെ ജ്വലിച്ചുകൊണ്ടിരുന്ന പുണ്യതീക്കുണ്ടം കെട്ടടങ്ങി. സാവ തടാകത്തിലെ ജലം വറ്റിപ്പോവുകയും പരിസരത്തുള്ള മറ്റ് തടാകങ്ങൾ കവിഞ്ഞൊഴുകുകയും ചെയ്തു. കഅബയിലെ വിഗ്രഹങ്ങൾ തലകീഴായി നിലംപതിച്ചു. ദുഃഖവും പ്രതീക്ഷയും ഇടകലർന്ന ആ ജീവിതത്തിന്റെ അവസാനം ഒരു പുതിയ പ്രഭാതം പിറന്നു. അത് ചരിത്രത്തിലെ അത്ഭുതകരമായ ജനനമായിരുന്നു. പ്രിയ പ്രേക്ഷകരെ, ഇമ്പം കുറിക്കുന്ന ഈ ചരിത്രകഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർച്ചയെക്കുറിച്ചും പ്രവാചകത്വത്തെക്കുറിച്ചും വിശദമായി അറിയാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മഹദിയ ഖത്തൂൺ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ ഈ അത്ഭുത ചരിത്രം തുടരുന്നു. അടുത്ത ഭാഗം ഉടൻ വരുന്നതാണ്.